ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെമീസ് വേൾഡ്. രാവിലത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഉച്ചവരെ ഉള്ളത് ഫുഡ് കഴിക്കുന്നതും ലഞ്ച് കൊടുത്തു വിടുന്നതും തോരൻ വെക്കുന്നതും മീൻകറി വെക്കുന്നതും. നമുക്ക് തലേന്ന് തന്നെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് വെള്ളത്തിയിട്ട് അതിൻ്റെ ഐസൊക്കെ പോകുമ്പോഴത്തേന് നമുക്ക് കഴുകി റെഡിയാക്കി എടുക്കാം. രാവിലെ തന്നെ അയലയായിരുന്നു. ഇത് മൊത്തം നമുക്ക് വേണ്ട, പകുതി കഴുകിയിട്ടങ്ങ് എടുത്ത് വെക്കാനാണ്. പയറും പകുതി മതി. അങ്ങനെ അത് രണ്ടും വെള്ളത്തിൽ എടുത്തിട്ടിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് അടുപ്പ് കത്തിക്കാൻ ഉള്ള ശ്രമത്തിലാണ്. ഇച്ചിരി പാടുപെട്ടിട്ടാണ് ഞാൻ അടുപ്പൊന്ന് കത്തിച്ചെടുത്തത്. അങ്ങനെ നമുക്ക് ഇനി ഒരു തട്ടിക്കൂട്ട് സാമ്പാർ റെഡിയാക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ലോങ് വീഡിയോ ആയിട്ടൊന്നും ഇടുന്നില്ല. കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. ഇവിടെ എല്ലാ കഷ്ണങ്ങളും ഇട്ടാലൊന്നും ആർക്കും ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ഒരുപാട് കഷ്ണങ്ങളൊന്നും ചേർക്കാതെയാണ് സാമ്പാർ വെക്കുന്നത്. ഇതാ എല്ലാവർക്കും ഇഷ്ടം. സാമ്പാർ പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കായും എല്ലാം കൂടിയിട്ട് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അങ്ങ് റെഡിയാക്കി. എന്നിട്ട് നമുക്കിനി മീൻ കഴുകാൻ നല്ല ഐസായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം ഇളക്കിയിട്ട് വെള്ളവും കൂടെ പിടിച്ച് അങ്ങനെ ഐസെല്ലാം പോയിട്ടുണ്ട്. എന്നാലും കുറച്ച് ഐസ് ഉണ്ടായിരുന്നു. ആദ്യം ഇതിൻ്റെ ചെതുമ്പലൊക്കെ ഒന്ന് കളഞ്ഞിട്ട്, ചെതുമ്പലില്ല എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ചെതുമ്പലെല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ ചിറവും കണ്ടിച്ചിട്ട് നമുക്കിനി പിച്ചാത്തിയും കൊണ്ട് ഇതിൻ്റെ കഴുത്ത് കണ്ടിക്കാം. പൊരിക്കാനാണെങ്കിൽ മറ്റേ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ കറി വെക്കാൻ തല സെപ്പറേറ്റ് ഇടുന്നു. ഇതിൻ്റെ തല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കത്രിക കൊണ്ട് മീൻ കഴുകുന്നത്. എനിക്ക് പിച്ചാത്തി കൊണ്ട് അത്ര വാക്കില്ല. ഈ കവാലി കണ്ടിക്കാനും എല്ലാം ചെറിയ ഐസുണ്ട്. ഈ കറുത്ത ഈ സംഭവങ്ങളെല്ലാം റെഡിയാക്കി ക്ലീനാക്കി എടുക്കണം. ഞാൻ ഒന്നും കൂടെ വൃത്തിയാക്കുന്നുണ്ട്. ഈ തലയ്ക്ക് അകത്തുള്ള ഒരു പൂ പോലത്തെ സാധനമുണ്ട്, അത് നമുക്കിങ്ങനെ വലിക്കുമ്പോഴത്തേന് കിട്ടും. അതും എടുത്ത് കളയണം. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ മീനെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. പകുതി മീനേ ഞാൻ എടുക്കുന്നുള്ളൂ, പകുതി മീൻ അങ്ങ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാമ്പാർ എന്തോ ആയെന്ന് നോക്കാം. സാമ്പാർ റെഡിയായിട്ടില്ല. ഇതിനകത്ത് ഇനി കടുക് വറുത്തൊഴിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ലൂസാക്കി എടുക്കണം. അന്ന് അപ്പവും സാമ്പാറും കൂടെ കൊടുത്തു വിടണം. ഇന്നിപ്പം വണ്ടി നേരത്തെ വന്നുകൊണ്ട് എല്ലാം കൂടെ ഒരു വെപ്രാളമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് 2 അപ്പവും ചുട്ട് ഒന്ന് കഴിക്കാനും കൊടുത്ത് കൊണ്ടുപോകാനും ഒരെണ്ണം ഉണ്ടാക്കി പെട്ടെന്ന് റെഡിയാക്കിയിട്ടുണ്ട്. സാമ്പാറിൽ വെള്ളം കുറവായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഫ്ലാസ്ക് എടുത്തുകൊണ്ട് വന്ന് അതിനകത്തുനിന്ന് ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചത്. അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അപ്പവും റെഡിയായി, സാമ്പാറും റെഡിയായി. അങ്ങനെ കഴിക്കാൻ എടുത്ത് കൊടുക്കാം. അങ്ങനെ അപ്പോൾ സാമ്പാറും കൊടുത്തു വിടാനും റെഡിയാക്കാം. അവനെ വിട്ടിട്ട് വന്നിട്ട് പിന്നെ അരി അടുപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പയറും പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം. മൂത്ത മോന് ചോറ് കൊണ്ടുപോകണ്ടായിരുന്നു. അവന് സ്കൂളിൽ കലോത്സവം നടക്കുന്നുണ്ട്, അവിടുന്ന് ഫുഡ് കിട്ടും. അതുകൊണ്ട് അവൻ്റെ ലഞ്ച് കാണിക്കാത്തത്. അങ്ങനെ നമ്മുടെ പയറ് തോരൻ ഏകദേശം ആവി കയറിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ബാക്കി അപ്പവും കൂടെ ഒക്കെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് അയലക്കറിയുടെ പരിപാടി നോക്കാം. സാധാ പച്ച അരച്ച് കടുക് വറുത്തൊഴിക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് അരപ്പൊക്കെ കലക്കി ചേർത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ടമുളക് ഇട്ടാണ് ഇത് കറി വെക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് പുളി ചേർക്കുന്നത് എടുക്കാൻ മറന്നുപോയി. അങ്ങനെ കടുക് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കടുക് വറുക്കുന്നത് മീൻകറിക്കും തോരനും രണ്ടിനും കൂടെ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. രണ്ടിനും കൂടെ കടുക് വറുത്ത് ഒഴിച്ചതിന് ശേഷം അങ്ങനെ അടച്ചു വെച്ചിരുന്ന അതവിടെ കിടന്ന് കുറുകി സെറ്റായി വരും. അങ്ങനെ നമ്മുടെ പയർ തോരനും റെഡിയായിട്ടുണ്ട്, മീൻകറിയും റെഡിയായിട്ടുണ്ട്. സാമ്പാറും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് മൂന്നും നല്ലൊരു കോമ്പിനേഷനാണ്.
നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ബൈ.